ഇവിടെ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് മോഡൽസ് പറഞ്ഞിട്ടായിരുന്നു. നമുക്ക് ഇനി എങ്ങനെയാ ടെംപ്ലേറ്റ്സ് ഇതിനകത്തേക്ക് ഇടുക എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം വീഡിയോ തന്നെ. പിന്നെ നമുക്ക് പിന്നെ ബാക്കി റെൻഡർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതിന് ശേഷം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമുക്കിപ്പം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ ഫൈൻ, സെർവർ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കാം. പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ് ഹോം, അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി. ആ ഹോം ഞാൻ നേരെ വരുന്നു, ഇതിനകത്ത് വന്നിട്ട് settings.py ഞാൻ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, ഇവിടെ നമ്മളെ രജിസ്റ്റേർഡ് ആപ്സ് ഹോം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് അവിടെ വെക്കുന്നു, കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ഹോമിനകത്ത് വരുന്നു. ഹോമിനകത്ത് ഞാൻ പുതിയൊരു ഫയൽ ആഡ് ചെയ്യുന്നു, urls.py എന്നാണ് ആ ഫയലിന്റെ പേര്. ഇവിടെ ഞാൻ വന്നിട്ട് നേരെ നമ്മളുടെ ഇപ്പുറത്തുള്ള urls.py കംപ്ലൈന്റിനകത്തുള്ള urls.py ഞാൻ നോക്കിയിട്ട് ഈ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്ത് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യും. അത് ഞാൻ ഫ്രം കംപ്ലൈന്റ് ഇമ്പോർട്ട് വ്യൂസ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഫ്രം ഹോം ഇമ്പോർട്ട് വ്യൂസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, താഴെ ഞാൻ വന്നിട്ട് URL പാറ്റേൺസ് അറേ ഉണ്ടാക്കി. അറേനകത്ത് പാത്ത് ഒരു പാത്ത് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ പ്രോഗ്രാം എറർ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂസിനകത്ത് എന്തില്ല, ഹോം എന്ന് പറയുന്ന ഒരു ആപ്പ് ഇല്ല. സോ ആപ്പ് നെയിം ആണെങ്കിൽ കൊടുക്കാം, ആപ്പ് അണ്ടർസ്കോർ നെയിം ഹോം എന്ന് പറഞ്ഞു കൊടുത്തു. ഫൈൻ. ഇനി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പറയാണ് ഡിഫൈൻ ഹോം എന്ന് പറയുന്ന പേജ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റിക്വസ്റ്റ് റെൻഡർ ബ്ലാ 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 ബ്ലാ, നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങൾ, അത് കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ ഹോം എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ ഹോം ഡോട്ട് HTML എന്ന് പറയുന്ന ഒരു പേജ് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ സ്റ്റാറ്റിക് ഫയൽസ് കണക്ട് ചെയ്യണം. സ്റ്റാറ്റിക് ഫയൽസും നമുക്ക് സ്റ്റാറ്റിക് URLസും വേണം. ആക്ച്വലി ഞാനത് ജസ്റ്റ് എൻ്റെ ഗിറ്റിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടാണ്. ഗിറ്റബ് ഏതെങ്കിലും ഒരു ജാങ്കോ പ്രൊജക്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഉണ്ടാവും. settings.py സെയിം ആട്ടോ ഈ കോഡ്, സ്റ്റാറ്റിക് ഫയൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സാധനം എങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇതിന് പകരം അത് റീപ്ലേസ് ചെയ്യും. ഡൺ. ഓക്കെ, ഇവിടെ OS ഇല്ല, സോ നമ്മൾ മുകളിൽ ഇമ്പോർട്ട് OS ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഡൺ. ഇനി നമുക്ക് വേണ്ടത് സ്റ്റാറ്റിക് എന്നുള്ള ഫയൽ ഉണ്ടാക്കലാണ്. സോ ഇവിടെ ഞാൻ സ്റ്റാറ്റിക് എന്നുള്ള ഫയൽ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ ഞാൻ styles.css വെച്ചു. നമ്മള് ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യണമെന്നില്ല. ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ഈ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമ്മൾ മറ്റേ ഫോൾഡർ ഇല്ലേ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള HTML-നകത്ത് നമ്മൾ സ്റ്റൈലും SVG ഉണ്ടാക്കിയിട്ടില്ലേ, ഈ രണ്ട് സാധനങ്ങൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിന്റെ ലൊക്കേഷൻ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുപോയിടുക. സോറി, അങ്ങനെയല്ല, സ്റ്റാറ്റിക്കിനകത്തേക്ക് കൊണ്ടുപോയിടുക. SVGയും styles.css. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് ഈ ആവശ്യമില്ല. ഇനി ഞാൻ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് URLസിലേക്ക് വന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഹോം ഒക്കെയാണ്. നമുക്ക് ടെംപ്ലേറ്റിൽ പോയി നോക്കുമ്പോൾ home.html ഉണ്ട്. ഒരു ഹെല്ലോ ഇട്ട് കൊടുത്തു, ഹെല്ലോ HTML എന്ന് കൊടുക്കാം അല്ലേ, അങ്ങനെ ഉണ്ട്, അത് കൊടുത്തു. ഇനി നമുക്ക് പ്രോജക്റ്റിൻ്റെ മറ്റേ URL പറഞ്ഞു കൊടുത്തിട്ടില്ല, സെറ്റിങ്സിന്റെ കൂടെയുള്ള URL. ഇത് ഞാൻ തൽക്കാലം കംപ്ലൈൻസിനകത്തേക്ക് മാറ്റുക, ഹോം ഡയറക്ടറിയിലേക്ക് വെക്കുന്നില്ല. ഇനി ഞാൻ പാത്ത് കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മളുടെ കംപ്ലൈൻസ് അല്ല, ഓക്കെ ഹോം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇൻക്ലൂഡ് ഹോം URLs. യെസ്. ഇനി ഞാൻ അന്ന് സെർവർ റൺ ചെയ്ത് നോക്കട്ടെ. എറർ അടിക്കുന്നുണ്ട്. എന്താ എറർ? ഹോമിനകത്ത് URLs ഇല്ല എന്നാണോ പറയണേ? ഇൻക്ലൂഡ് ഹോം URLs നോക്കാം. ഓക്കെ പാത്ത്, ഓക്കെ ഇവിടെ കോമ ഇട്ടിട്ടില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. കോമ എപ്പോഴും ഇട്ട് വെക്കുക. സിൻടാക്സ് ഇപ്പൊ റണ്ണ് നോക്കാം. നമുക്ക് ഇത് വേണ്ട, നമുക്ക് തൽക്കാലം ഇതേതാ, ഓക്കെ ഇത് വേണ്ട, ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞാണല്ലോ കാണിക്കുന്നത്. ഞാൻ ഹോമിനകത്തേക്ക് അങ്ങോട്ടേക്കല്ലല്ലോ പോകാൻ പറഞ്ഞിട്ടുള്ളത്. അതെന്താ അങ്ങനെ കാണിക്കണേ? കൺട്രോൾ ഷിഫ്റ്റ്
നോ രക്ഷ. കംപ്ലൈൻസ് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കംപ്ലൈൻസ് ഡോട്ട് യു ആർ എസിലേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുത്തത് സെറ്റിംഗ്സ് ഫയലിനകത്ത്. ഇവിടെ നമ്മൾ ഹോമിനകത്തെ യു ആർ എസിലേക്ക് പോകണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞത് ഹോം ഡോട്ട് യു ആർ എസ് ആണ്. ഹോമിനകത്ത് ഞാൻ യു ആർ എസിൽ വന്നു കഴിയുന്ന സമയത്ത് ഇവിടെ ഹോം ഇമ്പോർട്ട് വ്യൂസ് ആപ്പ് നെയിം ഹോം എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിപ്പം വേറെ സെർവേഴ്സ് ഒന്നും റൺ ആവുന്നില്ല. നോക്കട്ടെ, ഞാൻ ഒന്ന് പോർട്ട് മാറ്റി നോക്കട്ടെ. റൺ സെർവർ ഒരു 9000. ഓക്കെ, 9000 എന്താ സംഭവിക്കണേ? ഓക്കെ, അത് എനിക്ക് തോന്നുന്നു മറ്റേ ബ്രൗസർ കോൺഫ്ലിക്റ്റ് ആയതാണ് മുന്നേ ഉണ്ടായ സെർവറുമായിട്ട്. സോ 9000 നമുക്ക് ഹെലോ എച്ച് ടി എം എൽ വന്നു. ഇത് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഈ എച്ച് ടി എം എല്ലിനകത്തേക്ക് നമുക്ക് നമ്മളുടെ കോഡ് ലോഡ് ചെയ്യണം. സോ ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യാണ്, തൽക്കാലം ഇങ്ങനെയല്ല ചെയ്യാൻ. ഐ നോ ദാറ്റ്, ബട്ട് എച്ച് ടി എം എൽ എടുത്തു, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഓപ്പൺ ചെയ്തു, കൺട്രോൾ എ കോപ്പി, ഹോമിനകത്തേക്ക് വന്നിട്ട് പേസ്റ്റ്, കൺട്രോൾ എ കൺട്രോൾ പേസ്റ്റ്, ഡൺ. ഇത് ഞാൻ ഇവിടെ കളയാണ്. വേറെ ഒന്നും നമുക്ക് മാറ്റാനില്ല ഇതിനകത്ത്. നമുക്ക് ആകെ ചെയ്യാനുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈൽ ഷീറ്റ് ഞാൻ റിഫ്രഷ് ചെയ്യാൻ, ഞാൻ അത് കളഞ്ഞു. ഞാൻ ഇവിടെ റിഫ്രഷ് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു സാധനം വന്നു, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇവിടെ ഒന്നും ഇമേജ് ഒന്നും പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഇവിടുത്തെ CSS ഒന്നും ആക്റ്റീവ് അല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റൈൽ ഷീറ്റിന്റെ അകത്ത് കൊടുത്തതാണ് പ്രശ്നം. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായിച്ചിട്ട് നമ്മളുടെ URL എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. URL എവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്റ്റാറ്റിക്കിനകത്ത് സ്റ്റൈൽ ഷീറ്റിലല്ലേ പറഞ്ഞു കൊടുത്തേ. സോ സ്റ്റാറ്റിക്കിനകത്ത് സ്റ്റൈൽസ് ഡോട്ട് CSS അല്ലേ? സ്റ്റൈൽസ്. ഓക്കെ, സ്റ്റൈൽസ് ഡോട്ട് CSS. ഇനി എന്താ സംഭവിക്കണം നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ നോ റിവേഴ്സ് മാച്ച് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഓക്കെ, നമ്മൾ ലോഡ് സ്റ്റാറ്റിക് വിളിച്ചിട്ടില്ല. സോ ലോഡ് സ്റ്റാറ്റിക് ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോഴും ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു URL ഇല്ല മോനെ എന്നാണ്. നമുക്ക് ഇവിടെ എങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഇല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗിറ്റബ് റെഫർ ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കോഡ്സ് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഗിറ്റബിൽ നോക്കി നോക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ. കാരണം ഇത് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചോണമെന്നില്ല. സോ ഹോമിൽ വരുന്നു, വ്യൂസ് ഡോട്ട് പി വൈ, സോറി ഇതേത്, ഹോമിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് ഹോം ഡോട്ട് HTML. ഓക്കെ. ഓ, നമ്മൾ AHRF ആണോ അതിനകത്ത്? ലോഗിൻ നാവിഗേഷൻ ബാർ, ഡാഷ്ബോർഡ്, ഹോം, പ്രോജക്റ്റ്. ഓക്കെ, ഹോമിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് ലോഗിനും പെർമിഷനും ആണ്. ഡാഷ്ബോർഡിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് ബേസ് ഡോട്ട് HTML. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊടുത്ത സ്റ്റാറ്റിക് ഫയൽസിനകത്ത് സ്ലാഷ് ഇല്ല. ഓക്കെ, ഫൈൻ. കാരണം നമ്മൾ ഓക്കെ കുറച്ച് കിട്ടും. ഇല്ല, എന്താ പറയണേ, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക് ഡോട്ട് CSS ഇസ് നോട്ട് ഫൗണ്ട്. Sorry, styles.css is not found. It's not a view function or href pattern. ഓ, ഓക്കെ, നമ്മളത് URL പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഒരു സെക്കൻഡ്, അതൊന്ന് കൺഫേം ചെയ്യട്ടെ. പ്രോജക്റ്റ് URLs. Settings.py
ഇതിലെവിടെയാണ് നമ്മൾ പ്രോജക്റ്റിൻ്റെ അകത്ത് കംപ്ലയിൻസ് ഹോം പ്രോജക്റ്റ് സ്റ്റാറ്റിക് ഓക്കെ ഇതിലെവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചേ ഓക്കെ ഓക്കെ ഫൈൻ ലോഡായി അപ്പൊ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചത് ലൈക്ക് എനിക്ക് മാറിപ്പോയതാ നമ്മളെ വെർച്വൽ എൻവയോൺമെന്റ് ഒക്കെ നിൽക്കുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് ഉണ്ടാക്കി വെച്ചത് ഇവിടെ അല്ല ഉണ്ടാക്കുന്നത് പ്രൊജക്ടിന്റെ ഉള്ളിലാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ലൊക്കേഷന്റെ ഇഷ്യൂ ആയിരുന്നു കാരണം നമ്മളെ പ്രൊജക്ടിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് പ്രൊജക്ട് കിടക്കുന്നത് ഇത് ജസ്റ്റ് എൻവയോൺമെന്റ് മാത്രമാണ് സോ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി സെറ്റ് ആക്കി വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇത് ലോഡ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് മായ്ച്ചു കളയാണ് ഇത് നമുക്ക് ആവശ്യമില്ല ഓക്കെ ഇവിടെ ഇപ്പോഴും നോ റിവേഴ്സ് മാച്ച് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഓക്കെ ഫൈൻ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റൈൽസ് അല്ല സ്റ്റാറ്റിക് സ്ലാഷ് എന്താ പറയണേ സ്റ്റൈൽസ് ഡോട്ട് സി എസ് എസിൽ വന്നിട്ടുണ്ടല്ലോ അവിടെ സാധനം വന്നിട്ടുണ്ട് അപ്പം പകുതി ആശ്വാസമായി നമ്മളെ സാധനം ലോഡായിട്ടുണ്ട് ഇനി അത് ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരാന്നുള്ള പണിയാണ് നമുക്ക് സോ ഇവിടെ നമ്മൾ മേ ബി ഒരു ഹോം എടുത്തു ഇതിനകത്ത് ഞാൻ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വരൂ ഇല്ല ഇവിടെ എന്താണ് ലോഡായി കിടക്കുന്നതെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക ജസ്റ്റ് സെക്കൻഡ് നോക്കട്ടെ ഇത് ചിലപ്പോൾ എനിക്ക് ഒരു എറർ കിട്ടാറുണ്ട് അതിന് റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ബിറ്റ് എന്ത് തേങ്ങ വരുന്നു ഈ ഒരു സംഭവം ഇതിട്ട ചിലപ്പോൾ വർക്കാവും നോക്കാം പ്രൊജക്റ്റിൻ്റെ അകത്തുള്ള urls.py ഓക്കെ ഈ രണ്ട് ലൈൻ ആഡ് ചെയ്യുന്നു റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നോ രക്ഷ കംപ്ലൈൻറ്റ് ഡാഷ്ബോർഡിനകത്ത് സ്റ്റാറ്റിക് സെറ്റിംഗ്സ് ഡോട്ട് പി വൈ എന്ത് ചെയ്യും സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ഇവിടെ പ്രോജക്റ്റ് സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ഇതിലത് നമ്മൾ സ്റ്റാറ്റിക് റൂട്ട് സ്റ്റാറ്റിക് യു ആർ എൽ അല്ലേ സ്റ്റാറ്റിക് റൂട്ട് സ്റ്റാറ്റിക് യു ആർ എൽ സ്റ്റാറ്റിക് ഫയൽസ് മൂന്ന് സാധനങ്ങൾ ആഡ് ചെയ്യുന്നു ഇനി നിങ്ങൾ പ്രോജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സെറ്റിംഗ്സ് ഡോട്ട് പി വൈ എടുക്കുക സോറി ഹോമിലോട്ട് വന്നു കഴിയുമ്പോൾ അല്ല നമ്മളിത് ഹോമിൽ തന്നെയാണ് ഹോമിലോട്ട് വന്നു കഴിയുമ്പോൾ യു ആർ എൽസ് ഡോട്ട് പി വൈ എടുക്കുന്നു കംപ്ലൈൻറ്റിൽ യു ആർ എൽസ് ഡോട്ട് പി വൈയിൽ ഒന്നുമില്ല ഞാൻ നോക്കുന്ന സാധനമല്ല ഒന്നുമില്ല എന്നുള്ളതല്ല പിന്നെ കംപ്ലൈൻറ്റ്സ് പ്രോജക്ട്സ് ഹോം പിന്നെ പ്രോജക്ട്സിനകത്ത് യു ആർ എൽസ് ഡോട്ട് പി വൈയിൽ ഇത് ഏത് പ്രൊജക്റ്റാണ് ഡാഷ്ബോർഡ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ അല്ലാണ്ട് ചെയ്യുന്നത് ഓക്കെ ഇതിനകത്ത് സെറ്റിംഗ്സ് യു ആർ എൽസ് ഡോട്ട് പി വൈയിൽ ഒന്നുമില്ല സ്റ്റിൽ അത് ലോഡ് ആയിട്ടുണ്ട് ഇനി എനിക്ക് കാണേണ്ടത് ഡാഷ്ബോർഡിൽ ഞാൻ എങ്ങനെയാണ് വിളിച്ചതെന്നുള്ളതാണ് ടെംപ്ലേറ്റിൽ ബേസ് ഡോട്ട് എച്ച് ടി എം എൽ ആണ് ഞാൻ വിളിച്ചേക്കുന്നത് ഓക്കെ ഇവിടെ ഞാൻ ഹോം ഡോട്ട് എച്ച് ടി എം എൽ ആണ് വിളിച്ചിരിക്കുന്നത് മൈ സ്റ്റൈൽ ഷീറ്റ് ഇതിങ്ങനെ തന്നെ ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കട്ടെ വ്യത്യാസമൊന്നുമില്ല ഓക്കെ ആടാ മണ്ട ഇവിടെ ഞാൻ സ്റ്റാറ്റിക് ലോഡ് ചെയ്തിട്ടില്ല
ഓക്കെ ഫൈൻ, അതാണ് പ്രശ്നം പറ്റി. കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റീഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ അതവിടെ വന്നു. ഓക്കെ, ഇപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. അതൊന്ന് ഇത് നമുക്ക് ഇതില്ലെങ്കിലും വർക്ക് ചെയ്യും. ലൈക്ക് ഇതിപ്പോൾ ഏതാണ് സംഭവം? ബൂട്ട് സ്ട്രാപ്പ് ഇതല്ല, ഇത് ഈ ബേസ് ഡോട്ട് HTML നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഫൈൻ. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഈ കംപ്ലൈൻസിനകത്തല്ല, ഈ ഒരു ലൈൻ ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യും. ഞാൻ ഇത് വായിച്ചു വെച്ചു എന്ന് വിചാരിച്ചു, റിഫ്രഷ് ചെയ്തു, അത് വർക്ക് ചെയ്യും. ആ ലൈൻ ആക്ച്വലി മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈനാണ്, ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനല്ല. അതാണ് ഞാൻ ആലോചിച്ചത്, വൈ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്. ഇനി അതവിടെ വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട, ഇപ്പോൾ സ്റ്റാറ്റിക് ഫയൽസ് ലോഡായി, നമ്മൾ മറ്റേ പേജിന്റെ സംഭവം ലോഡായി. ഇനി ഇവിടെ നമുക്ക് എന്ത് ലോഡ് ചെയ്യിക്കണം? നമ്മൾ ഐക്കൺസ് ലോഡ് ചെയ്യിക്കണം. സോ ഐക്കൺസ് ആക്ച്വലി ഉള്ളത് ഇതിനകത്ത് തന്നെയാണ്. കണ്ടോ, സ്റ്റൈൽസ് ഡോട്ട് CSSനകത്ത് SVG എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ ഐക്കൺസ് ഇല്ലേ. സോ നമ്മൾ ജസ്റ്റ് ഹോമിലേക്ക് വന്നു. എന്നിട്ട് ദാ ഇവിടെ നമ്മൾ SRC പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണോ, ഈ href എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്, കോപ്പി ചെയ്യുക, നേരെ ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. സ്റ്റൈൽസ് ഡോട്ട് CSS അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവിടെ എന്താ വേണ്ടത്? സ്റ്റൈൽസ് അല്ല, സ്റ്റാറ്റിക്കിനകത്തുള്ള SVGക്ക് അകത്തുള്ള എന്താ അതിന്റെ പേര്, ഗ്ലോബ് അല്ലെ. SVGക്ക് അകത്തുള്ള globe.svg സേവ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക, അവിടെ വന്നിട്ടുണ്ട്. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹോമും ജസ്റ്റ് SVG home.svg ഈ സാധനങ്ങൾ അവിടെ വന്നോട്ടെ. പകരം നമുക്ക് ഈ സ്റ്റാറ്റിക് എന്നുള്ള സാധനം ജസ്റ്റ് കോപ്പി ചെയ്യാം, സ്റ്റാറ്റിക് അവിടെ ഇടാം, ഇൻവേർട്ടഡ് കോമാസ് ഇടണം, ഇൻവേർട്ടഡ് കോമാസ് ക്ലോസ് ചെയ്യണം, പെർസെൻറ്റേജും ഇതും ക്ലോസ് ചെയ്യണം. ഡൺ. എന്തോ ഒരു കുറവുണ്ടല്ലോ. IMG SRC ഇതിട്ടു, അതിട്ടു, SVG നമ്മൾ ഇമ്പോർട്ടൻറ്റ് കോമേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തില്ല, പരിപാടി കഴിഞ്ഞു. ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു മറ്റേതാണ്. സോ ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ലൈക്ക് ദിസ്. ആൻഡ് ഇവിടെ ഈ home.svg മാറ്റി നമുക്ക് ലോഗൗട്ട് അല്ലേ, logout.svg എടുത്തിട്ടു. ഓക്കെ, അപ്പൊ നമ്മളെ മൊത്തം സാധനം ഇവിടെ ലോഡ് ആയിട്ടുണ്ട്, സാധനങ്ങൾ ലോഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല വിളിക്കുക. കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ ആക്റ്റീവ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഹോം ആണ് ഉണ്ടാവുക. ഹോം ഇവിടെ ഉണ്ടാവുന്നത് കംപ്ലൈൻറ്റ്സ് ആണ് വിചാരിച്ചു, അല്ലെങ്കിൽ യൂസേഴ്സ് ആണ് വിചാരിച്ചു. ഇവിടെ ഉണ്ടാവുന്നത് കംപ്ലൈൻറ്റ്സ് ആണ് വിചാരിച്ചു. കംപ്ലൈൻറ്റ്സ്. ആ, ഇവിടെ ഉണ്ടാവുന്നത് സ്റ്റോക്ക് ആണ് വിചാരിച്ചു. ഓക്കെ, അടുത്തടുത്തടുത്ത കാര്യങ്ങൾ അങ്ങനെ 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 വരുമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയും കാര്യങ്ങളോടുള്ളതെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അറിയേണ്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ചെയ്യുന്നു, കാര്യങ്ങൾ മാറുന്നു. ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം വന്നു. അപ്പോൾ ഹോമിൽ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആയി. യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസേഴ്സിന്റെ കാര്യങ്ങൾ വന്നു. കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നു, സ്റ്റോക്കിന്റെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയ, ഈ ഒരു സാധനം ഞാൻ നേരെ എടുത്തിട്ട് പുതിയ പേജ്, ഇപ്പോൾ ഹോം ഉണ്ടാക്കിയതുപോലെ ഞാൻ നെക്സ്റ്റ് പേജ് ഉണ്ടാക്കുന്നത് ഇവിടെ യൂസേഴ്സ്, പിന്നെ കംപ്ലൈൻറ്റ്സ്, പിന്നെ സ്റ്റോക്ക്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഞാൻ എന്ത് ചെയ്യണം? പുതിയ പുതിയ പേജ് ഉണ്ടാക്കിയിട്ട് ഈ മൊത്തം സാധനങ്ങൾ മാറ്റണം അല്ലെ. അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പിന്നെയും ഇത്രയും ലൈൻസ് ഓഫ് കോഡ്സ് നമ്മൾ എഴുതി വെക്കണം. അത് യൂസർ ഫ്രണ്ട്ലി അല്ല, അത് പ്രോഗ്രാമർ ഫ്രണ്ട്ലി അല്ല. സോ അതുകൊണ്ട് ഞാൻ പുതിയൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ, സോറി, ഫയൽ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെയല്ല ഫയൽ ഉണ്ടാക്കുന്നത്, ഈ home.html കൂടെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്, base.html എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ? എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനകത്ത് എൻ്റെ അല്ലെങ്കിൽ ഹോം പേജിൽ മാത്രമുള്ള കണ്ടന്റ് ഈ ടേബിൾസ് വരുന്ന ഏരിയ ആണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവിഷൻ ആണ്. ഈ കണ്ടെയ്നർ നോ സ്ക്രോൾ അല്ല, ഡിവ് റോയും അല്ല, കോൾ 3യും അല്ല, ഈ UL തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങളാണ് ഈ പേജിൽ ഉണ്ടാവുന്നത്. അല്ല, ഞാൻ തൽക്കാലം ഇതെല്ലാം കോപ്പി ചെയ്തിട്ട് ഒന്ന് base.html കൊണ്ടുവരികയാണ്, സേവ് ചെയ്യാണ്. എന്നിട്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെ മാത്രമാണ്. ഇത് മാത്രം ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ വെക്കുക, home.html വെക്കുക. base.html മൊത്തം സാധനങ്ങളുണ്ട്. അതിനകത്ത് ഈ UL എന്ന് പറയുന്ന സംഭവമല്ലേ, നമുക്ക് അൺഓർഡർഡ് ലിസ്റ്റ് ആയിട്ട് കൊടുത്തത്, നമ്മളിപ്പോൾ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത സാധനം, അത് മാത്രം ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി. ഓക്കെ, ഒഴിവാക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ home.html വന്നിട്ട് ഇവിടെ ഞാൻ പറയാണ് എക്സ്റ്റെൻസ് ടെംപ്ലേറ്റ്സിനകത്തെ ഹോം എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള base.html എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഡോട്ടാണ് HTML എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ base.html പോയിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും.
ഇവിടെ പക്ഷെ എനിക്ക് ആള് മാറണം. ഇവിടെ എനിക്ക് വേണ്ടത് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്നുള്ളൊരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. ബ്ലോക്ക് കണ്ടന്റ് അല്ലെങ്കിൽ ആ കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടന്റ് അല്ല, ഈ ബ്ലോക്ക് കണ്ടന്റ് എന്നുള്ള സാധനം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇതിന്റെ താഴെ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് ഈ ബ്ലോക്ക് കണ്ടന്റിന്റെ ഉള്ളില് ഈ ഒരു സംഗതി ഞാൻ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. ഇതിന്റെ എന്താ പറയുന്നത്, ബേസ് ഡോട്ട്, പക്ഷെ ഇത് എങ്ങനെയാ വരുന്നത്? നമ്മൾ ഹോം ഡോട്ട് എച്ച് ടി എം എൽ പേജ് റെൻഡർ ചെയ്യിക്കുന്നത്. ഹോം ഡോട്ട് എച്ച് ടി എം എല്ലിന് ആര് മാത്രമേ ഉള്ളൂ? യു എൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഫുൾ സാധനം വന്നത് കണ്ടോ എങ്ങനെയാ വന്നത്? ആദ്യം എന്ത് ചെയ്തു, ഹോമിന്റെ അകത്തുള്ള ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിൽ ആരൊക്കെയാ ഉള്ളത് പോയി നോക്കി. ഇവിടെ വന്ന് നോക്കി, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഏരിയ മാത്രം നിങ്ങൾ എവിടെ നിന്ന് എടുക്കണം? കണ്ടന്റ് എന്നുള്ള സാധനം വരുന്ന സമയത്ത് അത് എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തു കണ്ടന്റിനകത്ത് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ഒരു ഫയലും കൂടെ ഉണ്ടാക്കുക, nav.html. ആക്ച്വലി ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ഡോട്ട് എച്ച് ടി എം ഉള്ള കണ്ടന്റ് അല്ല ഇത്. ഇത് ആക്ച്വലി നാവിഗേഷൻ ബാർ ആണ്, ലെഫ്റ്റ് സൈഡ് നാവിഗേഷൻ ബാർ ആണ്. സോ ഈ nav.html-നകത്തേക്ക് ഞാൻ ഇവനെ എടുത്തിടുകയാണ്, nav.html-നകത്തേക്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുക base.html ഇവിടെ വേണ്ടത് ഇൻക്ലൂഡ് ഹോമിനകത്തുള്ള nav.html-നെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയോ, ഈ സൈഡിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഫൈൻ, ഈ സൈഡിൽ ഉണ്ടാവും. കാരണം എന്താണ്, ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട്, ഈ HTML കാര്യങ്ങൾ മൊത്തം ഇവിടെ കിടക്കുന്നുണ്ട്. വിച്ച് ഹാസ് ടു ബി ദർ ഓൺ ടേബിൾ HR കഴിയുന്നവരല്ലേ കൊടുക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ ഹോം ഡോട്ട് എച്ച് ടി എം എല്ലിൽ വരേണ്ടതാണ് അല്ലേ? ഞാൻ എങ്ങനെ കൊടുത്തു വെച്ചു, ബേസ് ഡോട്ട് എച്ച് ടി എം എൽ ഞാൻ സേവ് ചെയ്തു. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് പോയി, ഈ ഏരിയ അവിടെ ബ്ലാങ്ക് ആയി. അപ്പം ആക്ച്വലി ഇവിടെ എന്താ റെൻഡർ ചെയ്യുന്നത്, ഹോം ഡോട്ട് എച്ച് ടി എം എൽ വരുന്ന സമയത്ത്, സോറി ഹോം ഡോട്ട് എച്ച് ടി എം എൽ വരുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം നിങ്ങൾ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അത് എവിടെയാണ് കിടക്കുന്നത്? ബേസ് ഡോട്ട് എച്ച് ടി എം എൽ ആണ് കിടക്കുന്നത്. സോ ആ ബേസ് ഡോട്ട് എച്ച് ടി എം എൽ ആദ്യം മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചോന്ന് പറഞ്ഞു. സോ ബേസ് ഡോട്ട് എച്ച് ടി എം എൽ മൊത്തം ഇവർ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വിളിച്ചു, ഈ പേജിലോട്ടേക്ക് വിളിച്ചു. ഇനി ഹോം ഡോട്ട് എച്ച് ടി എം എൽ, അപ്പോൾ ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ nav ഡോട്ട് എച്ച് ടി എം എൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ nav ഡോട്ട് എച്ച് ടി എം എല്ലിൽ പോയി നോക്കുന്ന സമയത്ത് ഈ ലിസ്റ്റ് കിടക്കുന്നുണ്ട്. സോ ആ ലിസ്റ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടു, കണ്ടോ? ഇനി ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിൽ പോയി നോക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തൊരു കോളം ഇട്ട് വെച്ചു, അവിടെ എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ആ കോളത്തിനുള്ളിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ തിരിച്ച് ഹോം ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട് മുന്നേ. ഇതാദ്യം ഉണ്ടാവില്ല, നമ്മൾ പുതിയ പേജ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ HR കാര്യങ്ങൾ, ഈ ടേബിൾ ഒന്നും ഉണ്ടാവില്ല, മൊത്തം ഉണ്ടാവില്ല. ഈ തൽക്കാലം കട്ട് ചെയ്ത കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് വരാം. ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട്. അപ്പം എക്സ്റ്റെൻഡ് ചെയ്തത് എവിടുന്നാണോ അതിനകത്ത് ബ്ലോക്ക് ഡോട്ട് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവനെ അങ്ങ് എടുത്തോ എന്ന് പറയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? സോ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഹോമിലേക്ക് വരും, എന്നിട്ട് ബ്ലോക്ക് കണ്ടന്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ലോഡ് ആവില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ലോഡ് ആവും, കേട്ടോ? അപ്പൊ നമ്മൾ ഇനി അടുത്ത പേജ് ഉണ്ടാക്കുമ്പോൾ, ഒരു അബൌട്ട് പേജ് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ഒരു എറർ വന്ന് കിടക്കുന്നുണ്ട്, ഒരു സെക്കൻഡ്. സ്ക്രിപ്റ്റിനകത്ത് എന്താ പ്രശ്നം, എന്താ പ്രശ്നം, എന്താ പ്രശ്നം, പ്രോബ്ലം എന്തോ ഒരു ഇൻവേർട്ടഡ് കോമ എന്തോ ഒന്ന് മാറി കിടക്കുന്നുണ്ടോ? SRCക്ക് അകത്ത് സ്ക്രിപ്റ്റോ, ഇതെന്താ സംഭവം? ഇത് എന്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു? ഇത് ബൂട്ട് സ്ട്രാപ്പിന്റെ അല്ലേ? ഇത് മാറ്റിയിട്ടാ പോരെ? അല്ലെങ്കിൽ നമ്മളെ കയ്യിലുണ്ടല്ലോ സാധനം. എവിടെയാ അത്? ടെസ്റ്റിനകത്ത് HTML-നകത്ത് ഇൻഡെക്സ് HTML, ഇത് ഏറ്റവും താഴെ ഈ ഒരു ലൈനാണ്, കോപ്പി, അതുപോലെ റീപ്ലേസ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, SRCക്ക് അകത്ത് സ്ക്രിപ്റ്റ് ഇവിടെ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. വാവ്, അടിപൊളി. SRCക്ക് അകത്ത് സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് SRC ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ഇതല്ലേ കറക്റ്റ്? ഓക്കെ, കോപ്പി
പേസ്റ്റ് കറക്റ്റായോ? ഇല്ല, എന്താ പ്രശ്നം? എക്സ്പെക്ടഡ് സ്ക്രിപ്റ്റ് ടാഗ് ബട്ട് സ്ക്രിപ്റ്റ് ടാഗ് മസ്റ്റ് ഹാവ് എൻ ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിന് എൻ ടാഗ് ഇട്ടിട്ടില്ല. ഉണ്ടല്ലോ. പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ നമുക്ക് ഇയാളോട് പറയാം, ഫിക്സ് യൂസിങ് കോപ്പൈലറ്റ്. പെട്ടെന്ന് ആയിക്കോട്ടെ. തപ്പി കണ്ടുപിടിക്കാനുള്ള മടി കൊണ്ടാട്ടോ. ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഇത് നമുക്ക് ഓക്കെ, ഇതിൽ നമ്മൾ ബോഡി എൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തു, പക്ഷെ നമ്മൾ ബോഡി ടാഗിന്റെ കാര്യങ്ങൾ എൻഡിങ്സ് കൊടുത്തിട്ടില്ല. ഓക്കെ ഫൈൻ, ഇപ്പൊ എന്തായാലും കൊടുത്തല്ലോ. അപ്പൊ നമ്മളിവിടെ കണ്ടന്റ് ലോഡ് ചെയ്യേണ്ട സെക്ഷൻ ഇവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഈ സെക്ഷൻ നാവിഗേഷൻ ബാർ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. ഈ സെക്ഷൻ നമ്മളെ കണ്ടന്റ് ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഏത് പേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കണ്ടന്റ് എന്നുള്ള സെക്ഷൻ മാത്രം ലോഡ് ചെയ്യിച്ചാൽ മതി. ബാക്കി വരുന്ന ഈ ഒരു ഏരിയ, അതായത് ഇത്രയൊന്നും വരില്ല കേട്ടോ നമ്മളെ ഒരു പേജിലെ കോഡ്. ഈ ഒരു ഏരിയ ഹോം ഡോട്ട് അല്ലെങ്കിൽ എക്സ്റ്റൻഡും ഈ ബ്ലോക്കും സെയിം ആയിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ ചെയ്ത് വെക്കുകയാണ്. അതായത് ഇവിടെ ബേസ് ഡോട്ട് HTML പോവുകയാണെങ്കിൽ ഈ സാധനമില്ലേ, ഇത് ഡിഫറെന്റ് ആയിരിക്കുമല്ലേ. ഇപ്പൊ കംപ്ലൈന്റ്സ് നോവാന്ന് പറഞ്ഞു, ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നമുക്ക് വേണ്ട ഒരു പേജിൽ. ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ കംപ്ലൈന്റ്സ് നോവാന്ന് പറഞ്ഞു കിടക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഹോം നോവാന്ന് പറഞ്ഞു കിടക്കുന്നത്. യൂസേഴ്സ് നോവ, കംപ്ലൈന്റ് നോവ, സ്റ്റോക്ക് നോവ, അങ്ങനെ വരണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ടാഗ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനെ എന്താ വിളിക്കുക, ബ്ലോക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞു. ടൈറ്റിലാണല്ലോ, അത് കൊടുത്തു. ഇനി ഈ ബ്ലോക്ക് ടൈറ്റിലിന് ഞാൻ എന്ത് ചെയ്യണം, ഹോമിൽ റെൻഡർ ചെയ്യിക്കണം. ഹോമിനകത്ത് വരുന്നു, ബ്ലോക്ക് കണ്ടന്റിന് മുന്നേ ആരുണ്ട്, ബ്ലോക്ക് ടൈറ്റിൽ ഉണ്ട്. TITL ബ്ലോക്ക് ടൈറ്റിൽ ഉണ്ട്. ആ ടൈറ്റിലിന്റെ ഉള്ളിൽ ഞാൻ എന്താ ഇതിന്റെ പേര്, ഹോം നോവ കംപ്ലൈന്റ് മാനേജ്മെന്റ് എന്തെങ്കിലും കൊടുക്കും, സിസ്റ്റം എന്ന് പറഞ്ഞു കൊടുത്തു. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോം നോവ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു വന്നു. കണ്ടോ? ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസർ നെയിം വരെ റെൻഡർ ചെയ്യിക്കാട്ടോ, നമുക്ക് പിന്നെ പറയാം. സോ ഇത്രയാണ് നമ്മളെ പേജ് എന്താ പറയണേ, റെൻഡർ ചെയ്യിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ട. എക്സ്റ്റെൻഡ് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, അതുപോലെ എന്താ ഇതിന്റെ പേര്, ഇൻക്ലൂഡും ഉണ്ട്. ഇവിടെ ഇൻക്ലൂഡും ഉണ്ട്. എക്സ്റ്റെൻഡ്, ബ്ലോക്ക്, ഇൻക്ലൂഡ്. പിന്നെ ഇവിടെ നമ്മൾ വേറെ ടാഗ് പഠിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുന്നേ, ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ്. ഓക്കെ, അപ്പോ അത്രയാണ് നമ്മളുടെ പേജ് റെൻഡറിങ്ങിന്റെ കാര്യങ്ങൾ. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷൻ തൽക്കാലം ഇവിടെ മായ്ച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു സെക്ഷൻ ലോഡ് ചെയ്യണം എന്ന് വെച്ചാൽ, ദിസ് ഇസ് മൈ ഹോം പേജ് എന്ന് വെറുതെ അടിക്കുക. ദിസ് ഈസ് ഹോം എന്ന് പറഞ്ഞ് അടിച്ചു. ഇനി നമുക്ക് ഇപ്പൊ ഒരു അബൌട്ട് റെൻഡർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത എന്താ കംപ്ലൈന്റ്സ് ആണ് റെൻഡർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. സോ ഞാൻ ഈ ഹോം അടച്ചു വെച്ചു. കംപ്ലൈന്റ്സ് നമ്മൾ കംപ്ലൈന്റ്സിനകത്താണല്ലോ ചെയ്യുക. ടെംപ്ലേറ്റിനകത്ത് ഞാൻ പുതിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി, കംപ്ലൈന്റ്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ പേജ് തന്നെ മതി, കസ്റ്റമർ കംപ്ലൈന്റ്സ്, ഇതായാലും മതി. സോ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. കസ്റ്റമർ കംപ്ലൈന്റ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കംപ്ലൈന്റിന്റെ നമ്മൾ ബേസിക് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ലോഡ് ചെയ്യിക്കാൻ നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ഇവിടെ വരുന്നു, ഇൻഡോസ്റ്റ് കൊടുക്കണ്ടേ, ലോഡ് സ്റ്റാറ്റിക് ഇട്ട് കൊടുത്തു. അതിനുശേഷം താഴെ നമ്മൾ ഡോക് ടൈപ്പ് അല്ല, എക്സ്റ്റൻസ് ഹോമിന്റെ അകത്തുനിന്ന് എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, ബേസ് ഡോട്ട് HTML ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, കണ്ടന്റ് ആണ് അല്ലെ, ടൈറ്റിലാണ്. ടൈറ്റിൽ, സോ ഹോം ബ്ലോക്ക് ടൈറ്റിൽ. എന്താ ടൈറ്റിൽ വേണ്ടത്, കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ഉള്ളത്. കംപ്ലൈന്റ്സ് നോവ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം, NCMS കിടക്കട്ടെ. പിന്നെ യൂസർ ഡോട്ട് യൂസർ നെയിം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാഗ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം, സ്പേസ് വിട്ട് കൊടുക്കാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന സംശയമുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. എനിവേ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ബ്ലോക്ക് വേണം. ഈ ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണം, ഇവന്മാരെ വേണം അല്ലേ. സേവ് ചെയ്ത് വെക്കുന്നു. ഇനി ഈ പേജ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്,
നേരെ നമ്മൾ വ്യൂസിലേക്ക് വന്നു. വ്യൂസിലേക്കല്ല, ഓക്കെ വ്യൂസിലേക്ക് വന്നു. വ്യൂസിൽ നമുക്ക് കംപ്ലൈന്റ് സ്ലാഷ് ഹോം ഉണ്ട്. കസ്റ്റമർ കംപ്ലൈന്റ് അല്ലേ, കസ്റ്റമർ കംപ്ലൈന്റ് ഡോട്ട് എച്ച് ടി എം. വ്യൂസിൽ കസ്റ്റമർ കംപ്ലൈന്റ് ഡോട്ട് എച്ച് ടി എം എൽ വിളിക്കുന്നത് ഏത് ഇതിനെയാണ്, കസ്റ്റമർ അണ്ടർസ്കോർ കംപ്ലൈന്റിനെയാണ്, മോഡലിനെ, വ്യൂവിനെ. യുആർഎൽസിലേക്ക് വന്നു. കംപ്ലൈന്റിനകത്തുള്ള കസ്റ്റമർ അണ്ടർസ്കോർ കംപ്ലൈന്റിന്റെ നെയിം വരുന്ന കിടക്കുന്നത് കസ്റ്റമർ കംപ്ലൈന്റ്സ് എന്നാണ്. ആ നെയിം ഞാൻ കോപ്പി ചെയ്തു. നേരെ ഞാൻ നാവിഗേഷൻ ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് വന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കംപ്ലൈന്റ്സ് വിളിക്കുന്ന സമയത്ത് എന്ത് ലോഡ് ചെയ്യണം, യു ആർ എൽ ലോഡ് ചെയ്യണം. ഏത് യു ആർ എൽ ലോഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ പറയാം എങ്ങനെയാ, ആപ്പ് നെയിം ഫസ്റ്റ് പറയണം. ആപ്പ് നെയിം എന്താ, കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് കോളൻ നെയിം പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ എറടിക്കും, എറടിച്ചു. എന്താ എറർ നോക്കട്ടെ. കംപ്ലൈന്റ് കോളൻ കസ്റ്റമർ കംപ്ലൈന്റ്സ്, നോ റിവേഴ്സ് മാച്ച്, നോ ആർഗ്യുമെന്റ്സ് ഫൗണ്ട്. ഓക്കെ ഫൈൻ. ഇത് എങ്ങനെ അവർ ലോഡ് ചെയ്യുന്നത്? ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോം ഡോട്ട് എച്ച് ടി എം എല്ലാണ് നമ്മളെ സാധനം കിടക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും കംപ്ലൈൻസാ. സോറി, ഞാൻ ഇത് ചെയ്തത് കറക്റ്റാണ്, പക്ഷെ ഇത് നമുക്ക് ഇപ്പോൾ ലോഡ് ചെയ്യിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ലോഡ് ചെയ്യിക്കാൻ പറ്റിയ ഈ സംഗതിയാണ്. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ടൈറ്റിൽ ബ്ലോക്ക്, എൻഡ് ബ്ലോക്ക്. ഇതിന് നമ്മൾ ബ്ലോക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ? എൻഡ് ബ്ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് ബ്ലോക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. അവിടെ ബ്ലോക്ക് കണ്ടന്റ് പേരിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ ഫൈൻ. സോ ഈ ബ്ലോക്ക് കണ്ടന്റ് നമ്മൾ എടുക്കുന്നു, തിരിച്ചു വരുന്നു, ഈ ബ്ലോക്ക് കണ്ടന്റിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എൻഡ് ബ്ലോക്ക് ഇട്ട് വെക്കുന്നു. പെർസെൻറ്റേജ് എൻഡ് ബ്ലോക്ക് ഇട്ട് വെക്കുന്നു. സോ ഇവിടെ നമ്മൾ വിളിക്കേണ്ട ആൾ മാറിപ്പോയി. നാവിഗേഷൻ ബാറിൻ്റെ അകത്ത് നമ്മൾ വിളിക്കേണ്ടത് ഇതിനെയായിരുന്നില്ല, ഹോമിനെയായിരുന്നു. ഹോം അല്ലേ? വ്യൂസിനകത്ത് പേരെന്താ? വ്യൂസ് അല്ലല്ലോ, യു ആർ എൽസിനകത്ത് പേരെന്താ? ഇത് ഹോമിന്റെ യു ആർ എൽസ് ആണ്. മറ്റേ യു ആർ എൽസ് ഇവിടെ പേരെന്താണ്? ഈ യു ആർ എൽസ് അല്ല, വേറെ യു ആർ എൽസ് ഉണ്ടല്ലോ. ടെംപ്ലേറ്റ് ഹോം കംപ്ലൈന്റിനകത്തുള്ള യു ആർ എൽസിനകത്ത് ഹോം തന്നെയാണ് പേരുള്ളത്. ഓക്കെ ഫൈൻ. സോ നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് വിളിച്ചു. ഓക്കെ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട്. കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഹോമിനകത്ത് ബേസ് ഡോട്ട് എച്ച് ടി എം എൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയല്ല പ്രശ്നം. അതായത് നമ്മൾ ഓക്കെ ഫൈൻ, ഇവിടെ നമ്മൾ ലോഡ് സ്റ്റാറ്റിക് വിളിച്ചാണ്ടില്ലായിരുന്നോ നമ്മളുടെ ഹോം ഡോട്ട് എച്ച് ടി എം എല്ലിനകത്ത്? ഫസ്റ്റാ വിളിച്ച്. ഇവിടെ നമ്മൾ എപ്പോഴും ഈ സ്റ്റാറ്റിക് ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് വിളിക്കണം? ഇവനെ വിളിക്കണം. ഫസ്റ്റ് ടാഗ് അതായിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ഈ പേജിൽ എന്ത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ? ഈ യൂസർ, ഈ കാര്യങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അത് ഈ സൈഡിൽ വന്നു, കണ്ടോ? സോ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ആക്ച്വലി ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുക. യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സ് മാത്രം ലോഡ് ആവും. കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻസ് മാത്രം ലോഡ് ആവും. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. തൽക്കാലം ഞാൻ ആ ടെംപ്ലേറ്റ് റെൻഡറിങ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ഹോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഹോമിൽ ഒന്നുമില്ല. സോ നമുക്ക് ലിങ്ക് കൊടുക്കാം. നമ്മുടെ ഹോം അല്ല, nav ഡോട്ട് എച്ച് ടി എം. ഇത് നമ്മൾ വന്നിട്ട് ഹോമിന്റെ ലിങ്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്യുക? യു ആർ എൽ ഇതിനകത്തുള്ള യു ആർ എൽസ് എടുക്കുന്നു. ഹോമിൽ ഹോം കണ്ടോ? അപ്പൊ ഞാൻ ഹോം കോളൻ ഹോം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെയും പേര് ഹോം, ഇതിന്റെയും പേര് ഹോം. പക്ഷെ ആപ്പ് നെയിം വെച്ചിട്ടാണ് രണ്ട് സാധനങ്ങളെ രണ്ടായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആപ്പ് നെയിമിന്റെ ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നത്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. ഹോം ക്ലിക്ക് ചെയ്യുന്നു, ദിസ് ഇസ് ഹോം. കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്യുന്നു, കംപ്ലൈൻസ് ലോഡ് ആവും. കണ്ടോ? ഓക്കെ, ഇതിനൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഇവിടെ ഈ ലിങ്ക് ഉള്ള ഈ സെക്ഷനിൽ മാത്രമേ ഇത് ലോഡ് ആവുന്നുള്ളൂ. ഇവിടേക്ക് ഇത് ലോഡ് ആവുന്നില്ല. അതായത് ഈ എ എന്ന് പറയുന്ന ടാഗ് ആക്ച്വലി ഇവിടെ വരണമായിരുന്നു. അതായത് ഇപ്പൊ ഈ ലിസ്റ്റ് ഐറ്റത്തിനാണ് കളർ വരുന്നുണ്ടെങ്കിലും എന്താ പറയണേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഐറ്റം ആക്ച്വലി എന്റെ ഉള്ളിൽ വരണം. അതായത് ഇത് ഇവിടെ വരണം. ഇങ്ങനെ വരണം. മനസ്സിലായോ? ഇത് ഇവിടെ വരണം.
ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഉണ്ട് ഇവിടെ മൊത്തം ഉണ്ട്. ഹോം ക്ലിക്ക് ചെയ്തപ്പോൾ ഹോം വന്നു. കംപ്ലയിൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ കംപ്ലയിൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. കംപ്ലയിൻസ് ഇവിടെ ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ. ഹോമും ഇവിടെ ഞെക്കിയാലും വരും. അതാണ് വ്യത്യാസം. കംപ്ലയിൻറ്റ് ഇവിടെ ഞെക്കിയാൽ വരില്ല, ഇവിടെ ഞെക്കിയാലേ വരും. ഹോം ഇവിടെ ഞെക്കിയാലും വരും. അപ്പം ഇതും അതുപോലെ തന്നെ ആക്കണം. ഞാൻ തൽക്കാലം എൻ്റെ കോപ്പൈലറ്റിനെ ഉപയോഗിച്ചിട്ട് മോഡിഫൈ യൂസിങ് കോപ്പൈലറ്റ് മോഡിഫൈ ആസ് ദി എബവ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. പുള്ളി അതങ്ങ് സെറ്റാക്കി തരുന്നതായിരിക്കും. പുള്ളി സെറ്റാക്കി തന്നില്ല. പുള്ളി വേറെ എന്തോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ. എന്റെ ഉള്ളിൽ LI. LI നമ്മൾ കട്ട് ചെയ്യുന്നു, എടുത്തിട്ട് എന്റെ അകത്തേക്ക് ഇടുന്നു. LIനെ കട്ട് ചെയ്യുന്നു. അത് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ വരും കേട്ടോ. ഞാൻ ജസ്റ്റ് തൽക്കാലം എന്തോ ഒന്ന് കൊടുത്തേ ഉള്ളൂ. പേസ്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കംപ്ലയിൻസ് ഇവിടെ ഞെക്കിയാലും വരുന്നുണ്ട്, കണ്ടല്ലേ? ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പരിപാടി, ടെംപ്ലേറ്റ് റെൻഡറിങ്ങിന്റെ. നമുക്ക് നാവിഗേഷൻ ബാർ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ നാവിഗേഷൻ ബാർ തൽക്കാലം ഇവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെ കൊടുക്കണമെന്ന് വിചാരിച്ചു, താഴെയും കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മളെ മറ്റേതിനകത്ത് പോയിട്ട് ഒന്നും കൂടെ ഇൻക്ലൂഡ്, നമ്മളുടെ base.html പോയിട്ട് ഒന്നും കൂടെ ഇൻക്ലൂഡ് nav കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ അല്ലേ? അത് അങ്ങനെ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താണ്, ഇപ്പൊ home.html എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നമ്മൾ കാണിച്ചു. പിന്നെ അപ്പൊ ടെംപ്ലേറ്റ് റെൻഡറിങ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇനി വേറൊരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. ഇതിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.